ചേലാട് സ്റ്റേഡിയം പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി കായിക വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ നിയോഗിച്ചു. കിറ്റ്കോയെ നേരത്തെ ഒഴിവാക്കിയിരുന്നു. ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശത്ത് സന്ദർശനം നടത്തി. റീടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. കായിക വകുപ്പിന്റെ എല്ലാ പദ്ധതികളുടെയും നിർവഹണ ഏജൻസിയായി സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ നിയോഗിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ചേലാട് സ്റ്റേഡിയം പദ്ധതിയുടെ ചുമതലയും കായിക വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഏറ്റെടുത്തത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കിറ്റ്കോ പദ്ധതികളുടെ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് ഒഴിവാക്കുകയായിരുന്നു. സ്പോർട്സ് ഫൗണ്ടേഷന്റെ ഉദ്യോഗസ്ഥർ ആന്റണി ജോൺ MLAയോടൊപ്പം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. കിറ്റ്കോയുടെ കൈവശമുള്ള പദ്ധതി സംബന്ധിച്ച ഫയലുകളും ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങി. റീടെൻഡർ വിളിച്ച് പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കാൻ നടപടിയുണ്ടാകുമെന്ന് MLA പറഞ്ഞു. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെയും കിറ്റ്കോയുടെയും ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇന്നിപ്പോൾ ചേലാട് എത്തിയിട്ടുള്ളത്. കായിക കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കോതമംഗലത്ത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതി. ആ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ എത്തിയെങ്കിലും 2016 ആദ്യ ബഡ്ജറ്റിലാണ് കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് 17 കോടി രൂപ ചേലാട് സ്റ്റേഡിയത്തിന് വേണ്ടി നീക്കിവെക്കുകയും 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കും അതോടൊപ്പം തന്നെ ഫിഫ സ്റ്റാൻഡേർഡോട് കൂടിയ ഫുട്ബോൾ കോർട്ട് ഉൾപ്പെടെയുള്ള മറ്റനുബന്ധ സംവിധാനങ്ങളെല്ലാം ആ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കിറ്റ്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർക്കിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ വീഴ്ച വരുത്തുകയുണ്ടായി. അപ്പോൾ ആ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ, അത് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നിരവധി പ്രാവശ്യം ഈ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഉദ്യോഗസ്ഥർക്ക് പുറമെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, മെമ്പർമാരായ SM അലിയാർ, ലത ഷാജി എന്നിവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.